ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് തന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് DDRC ഉണ്ട്. അപ്പോൾ അവിടെ പോയി തൈറോയ്ഡ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ അങ്ങോട്ട് പോകാൻ പോവാണ്. മമ്മിയും പപ്പയൊക്കെ മുകളിലില്ലയോ? അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മമ്മിയും പപ്പയൊക്കെ രാവിലെ അയ്യത്ത് പോയതാണ് കേട്ടോ, റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളാണെങ്കിൽ എണീറ്റ പാടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് DDRC ഉണ്ട്, അവിടോട്ട് പോവാണേ. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് തൈറോയ്ഡ് ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഡോക്ടറെ കാണാൻ ചെല്ലണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഡോക്ടർ പ്രത്യേക എന്തോ ഒരു ടെസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ DDRCയിൽ വന്ന് നേരത്തെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പറയാം, ബ്ലഡ് കൊടുക്കാൻ പോരുമായിരുന്നു. ഇപ്പം പക്ഷേ എന്തോ കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് ഒരു ഫോം തരും, അത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം, സൈനും ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. സാധാരണ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ കൊടുക്കുന്നെങ്കിൽ നാളെ രാവിലെ റിസൾട്ട് കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ പക്ഷേ വൈകിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ രാവിലെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര കൂടുതലായിരുന്നു നേരത്തെ, ഇപ്പോൾ ഓക്കെ കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് നേരെ ദോശ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. Puset. Puset. Nokiye. Nokiyeടാ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നേ. മമ്മിയാണെങ്കിൽ രാവിലെ ഇവിടെ പോയിട്ട് അയ്യത്തൊക്കെ പോയിട്ട് വന്നിട്ട് തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മോനെയാണെങ്കിൽ രാവിലെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചു. വീട്ടിൽ പിന്നെ ആശാരി ഉണ്ടായിരുന്നു, പിന്നെ പണിക്കാർക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. അങ്ങനെ ആകെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി അതിൻ്റെ തിരക്കാണ് കേട്ടോ. ഭയങ്കര ധൃതി കാര്യങ്ങളുമാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അതാണ് വലിയതായിട്ടിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഞാനിപ്പോൾ പണിക്കാർക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള ചായയും എല്ലാം എടുത്തു വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം അടുക്കള മൊത്തം വലിച്ചു വാരി കിടക്കുമായിരുന്നേ. മൊത്തം ചടപടേന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. തയ്യൽ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് നടക്കുന്നില്ല. തയ്യലിൻ്റെ കാര്യമൊക്കെ നടക്കാത്തതെന്ന് പറഞ്ഞാൽ അത്ര ഒരു ജോലി ചെയ്യുമ്പോൾ അടുത്ത ജോലി എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഇപ്പോൾ കറണ്ടൊക്കെ പോയി. അപ്പം മോനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിപ്പം ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്.
ഇതിപ്പോൾ വൈകുന്നേരമാണ്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ എന്താ വീണ്ടും മുറ്റമൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച വാഴവിത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ പറക്കി ഒരിടത്ത് മാറ്റി വൃത്തിയായിട്ട് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് തൂക്കാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത്. ഇപ്പം മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും കരിയിൽ വീഴും. എല്ലാ ദിവസവും തൂക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ അപ്പുക്കുട്ടനാണെങ്കിൽ ചെരുപ്പെല്ലാം വലിച്ച് വാരിയിട്ടേക്കുമായിരുന്നു. ഡെയിലി ഇപ്പം 2-3 വട്ടം ഇത് വൃത്തിയാക്കേണ്ട ഒരു കാര്യം വരികയാണ്. അത്രയ്ക്ക് എപ്പോഴും അവനെ കമ്പി എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആ കമ്പി എടുത്തുകൊണ്ട് ഓടും. ചെരുപ്പെല്ലാം വലിച്ച് വാരിയിടുകയും ചെയ്യും. ആരെങ്കിലും വരുമ്പോൾ മൊത്തം വലിച്ച് വാരിയിരിക്കുകയും ചെയ്യും. അതാ പ്രശ്നം. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം മമ്മി ഒരു സൈഡ് വൃത്തിയാക്കുന്നുണ്ട്, ഞാനും ഇവിടെ ഒരു സൈഡിൽ കൂടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ തയ്യലിൻ്റെ ക്ലാസ്സിനും കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.